സർക്കിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ ആദ്യം ഇത് തുടങ്ങിയത് ഷാർജയിൽ നിന്നാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുജേറയിൽ പോയി. ഫുജേറ ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ്, ഒത്തിരി നല്ല ആളുകളുള്ള സ്ഥലമാണ്. ഇപ്പം നമ്മൾ ഒരുപാട് മലയാളികൾ നമ്മൾ അവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നാട്ടിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ ഷൂട്ടിംഗ് കാണാൻ വരുന്ന ആളുകളെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റി. ഇപ്പൊ പ്രത്യേകിച്ച് തമറിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ തമർ ഒരു പ്രവാസിയാണ്, വർഷങ്ങളായിട്ട് അവിടെ സെറ്റിലായിട്ട് അവിടെ ജോലി ചെയ്യുന്ന ഒരാളാണ്, ഫാമിലി വൈസ് സെറ്റിൽഡ് ആണ് അദ്ദേഹം. അഗെയിൻ ഇതിന്റെ DOP അയാസ് അവിടെ ജനിച്ചു വളർന്ന അവിടെ സെറ്റിലായ ഒരാളാണ്. അപ്പൊ ഇവർക്ക് എല്ലാവർക്കും നാട് മിസ്സാവാത്തതിന്റെ അല്ലെ നാട് മിസ് ചെയ്യാതെ നാടിന്റെ ലൈഫ് സ്റ്റൈൽ മിസ് ചെയ്യാത്തതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് ഈ സിനിമയിലാണ് മനസ്സിലായത്. കാര്യം ഒരു പാരലൽ കേരളം ഇവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ചായ കുടിക്കാൻ, വൈകുന്നേരം പോയി ഒരു സമോർ ടീ കുടിക്കുന്ന സ്വഭാവം മുതൽ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ, ബിരിയാണി കഴിക്കാൻ, നെയ്ച്ചോറ് കഴിക്കാനുള്ള ഓപ്ഷൻ ഈ പറയുന്ന എല്ലാ സ്ഥലത്തും. ഇപ്പൊ ഞങ്ങൾ ഫുജേറ ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് പോയി കഴിക്കുന്ന ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ വൈകുന്നേരം പാൽക്കപ്പയും ബീഫും കിട്ടും. ഒന്ന് ആലോചിച്ച് നോക്കണേ. പിന്നെ ഇതുപോലെ ഈ സമോവർ ടീ കിട്ടും, പഴംപൊരി കിട്ടും, പരിപ്പുവട കിട്ടും. അപ്പൊ നമുക്ക് ഒരിക്കലും നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് നമ്മളൊരു കടയിൽ വേറൊരു രാജ്യത്ത് ചെന്നിട്ട് ഒരു കടയിൽ ചെന്ന്, ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ കേരളത്തിൽ പോലും പറ്റൂല നമുക്ക് മലയാളം സംസാരിക്കാൻ എല്ലാവരോടും, ഹിന്ദി പറയണം, ഏക് ടീ. അപ്പൊ അത്രയും നമുക്ക് നാട് റീക്രിയേറ്റ് ചെയ്യുന്ന പറയാൻ പറ്റില്ല, പക്ഷെ ആ നാടിന്റെ ഒരു ലൈഫ് സ്റ്റൈൽ അവിടെ